ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്നൊരു മീൻകറി ഉണ്ടാക്കാൻ പോവാ കേട്ടോ. വേഗം കഴിയുന്നതാണ്, പക്ഷേ വീഡിയോ ആകുമ്പം കുറച്ച് സമയം എടുക്കല്ലോ. മീൻ എന്താണെന്നറിയോ? ഇത് നമ്മുടെ കണമീൻ എന്ന് പറയും ഞങ്ങൾ. നിങ്ങളെന്താണെന്ന് പറയാമെന്നറിയില്ല. അയില പോലെ ഉണ്ടാവും, ഇങ്ങനെ ചെത്തിയെടുക്കും നടുക്ക്. ചിലരും അത് ഒന്നിച്ചിങ്ങനെ തോല് എടുക്കും, പക്ഷേ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ചെത്തി എടുത്തു ആ തടിച്ച ഭാഗം, മുള്ളുള്ള ഒരു നടുക്കൊരു മുള്ളിങ്ങനെ പൊന്തിക്കിടക്കും. അതെടുത്ത് കഴുകി ആ തലേൻ്റെ ഉള്ളിലൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. മീനൊക്കെ കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് വീഡിയോ എടുക്കാമല്ലോ, ഇത് വീഡിയോ ആക്കിയിട്ട് ഇടാലോ എന്ന് വിചാരിച്ചത്. അപ്പം കട്ട് ചെയ്തിട്ട് ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അന്നപ്പം ഞാൻ കഴുകുന്നത് എടുത്തു. ആദ്യം കഴുകി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നുകൂടെ കഴുകി അതെടുത്തു. എടുത്തതിൻ്റെ ശേഷം ഞാൻ പുളിവെള്ളം ഒഴിച്ചു കേട്ടോ. പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചിങ്ങനെ തോനെ പുളി വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് അത് എടുക്കാറാണ് പതിവ്. ഇത് ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറയും ഫോണും പിടിച്ചു, ഒരു കൈ കൊണ്ട് പിഴിഞ്ഞപ്പം അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അതപ്പോൾ താഴെ വീണത് പുളീൻ്റെ ചണ്ടി ഉണ്ടല്ലോ, അത് പെറുക്കിയെടുത്തതാണേ. അപ്പം പുളി ഞാൻ കുറച്ച് തോനെ എടുത്തിട്ട്, എന്നിട്ട് വേണ്ടത് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും. ഇപ്പോഴത്തത് ഉലുവയാണ് കേട്ടോ. കുറച്ച് ഉലുവ ഇടുന്നത് നല്ല ടേസ്റ്റ് കേട്ടോ മീൻ കറിയിൽ. പിന്നെ മുളക് പൊടി, അത് നിങ്ങളെ എരിവിനനുസരിച്ച് ഇടാം. ഞങ്ങൾക്ക് തോനെ എരിവ് വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് തോനെ ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ മല്ലിപ്പൊടി. ഈ കണമീനിന് മല്ലിപ്പൊടി ഇടണം. എല്ലാ മീനും ഞങ്ങൾ മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ. കണമീൻ ആകുമ്പോൾ മല്ലിപ്പൊടി ഇടും. പിന്നെ നമ്മുടെ പ്രധാന ആൾ ഉപ്പിട്ട് നല്ലോണം ഇളക്കിയിട്ടോ. അത് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഈ മീനിന് കുറച്ച് വേവുള്ളത് കൊണ്ട് ഇങ്ങനെയാണ് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള മീനുകളൊക്കെ ഈ എല്ലാം ഇട്ട് തിളച്ചിട്ട് അങ്ങോട്ട് തിളച്ച് കഴിഞ്ഞിട്ടല്ലേ നമ്മളിടുക, മുളകൊക്കെ വെന്തിട്ട്. ഇതങ്ങനെയല്ല, ഇത് ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. വേഗം കഴിയും കേട്ടോ ശരിക്കും ഈ മീൻ കറി ഉണ്ടാക്കാൻ. പക്ഷേ വീഡിയോ ആയതുകൊണ്ടാണ് ഇത് ഓരോന്നും അരിഞ്ഞൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. ഞാൻ ഇത് ഒന്നിച്ച് അരിഞ്ഞിട്ട് എന്താ ചെയ്യാന്നറിയോ, അതിലേക്ക് ഇടാറാണ് പതിവ്. പക്ഷേ വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇട്ടത്. 2 വെളുത്തുള്ളി, 2 അല്ലി 3 അല്ലിയോ എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് കുറേ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എരിവ് ഞങ്ങൾക്ക് കൂടുതലാണെന്ന്, അതുകൊണ്ടാണ്. തക്കാളി അതേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന്, ഇനിയിപ്പോൾ ഒന്നും കൂടെ കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ അതെല്ലാം കൂടെ ഒന്നിച്ചാക്കി എന്തിനാണെന്നറിയോ, എനിക്ക് ചട്ടിയിലേക്ക് ഇടണ്ടേ. ഞാൻ അല്ലെങ്കിൽ എല്ലാം അരിഞ്ഞ് ഓരോന്നും ചട്ടിയിലേക്ക് ഇടുന്നതാണ്. അതിപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഓരോന്നും അരിഞ്ഞിട്ട് വെച്ചിട്ട് എടുത്തുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് ഒന്നിച്ച് അരിഞ്ഞ് അതേപോലെ ചട്ടിയിലേക്ക് ഇട്ട് വേഗം തിളപ്പിക്കാൻ വെച്ചാൽ അത് റെഡിയായി കിട്ടും. പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്താണ് കുറച്ച് സമയം എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം അരിഞ്ഞ് ഓയിലേക്ക് ഇട്ടിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ എനിക്ക് തോന്നി അതിൽ വെള്ളം പോരാന്ന്, തിളച്ച് വരണ്ടേ, മീനും ഒന്ന് വേവണ്ടേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളെന്താ പറയുക, ഈ മീൻ എന്താ പറയുക, കണമീൻ തന്നെയാണോ പറയുക? ഒന്ന് കമൻറ്റ് ചെയ്യണേ, ആണെങ്കിലും അല്ലെങ്കിലും. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഗ്യാസ് ഓണാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഓണാക്കിയിട്ടുണ്ടായിരുന്നു, അത് എന്തോ വന്നിട്ടില്ല. അപ്പം ഓണാക്കിയിട്ട് ഞാനത് അടച്ച് വെച്ചു. എന്നിട്ട് നല്ലോണം തിളയ്ക്കുന്നവരെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഒരു തേങ്ങയിൽ കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ജീരകം കേട്ടോ, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, തേങ്ങ ചിരവിയതും അരച്ചതും ഒന്നും. അരച്ച് കൊണ്ടുവന്ന് വെച്ചത് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതേ കാണിച്ചിട്ടുള്ളൂ. ഒന്നുമില്ല, കുറച്ച് ജീരകം കൂട്ടി മഞ്ഞൾപ്പൊടിയും കൂട്ടി അരച്ചെടുത്തു. അവസാനം ചെറിയ ഉള്ളിയില്ലേ, അത് 2 ഇട്ടിട്ട് അരയ്ക്കുകയും ചെയ്തു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ മീൻ കറിയിൽ നിന്ന്. ഇതിൻ്റെ ആദ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് വളരെ കുറവായിരുന്നു. പക്ഷേ അതെന്താണെന്ന് പറയുക, മീനിന് ടേസ്റ്റ് ഇല്ലായിരുന്നു. ഇപ്പം മീൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉപ്പൊന്ന് നോക്കി, ഇപ്പം ഉണ്ടോ ഇല്ലയെന്ന്. ഉപ്പ് പാകമായിരുന്നു. എനിക്ക് കുറച്ച് ഉപ്പ് മതി. ഇവർക്ക് ഇവിടെ മോനും
ഹസ്ബൻഡിനൊക്കെ ഉപ്പ് കുറച്ച് കൂടുതൽ വേണം. അവർ വേറെ ഇട്ടോളും കഴിക്കുമ്പോൾ. അപ്പം ഞാൻ മോന് പിന്നെ പക്ഷേ ചപ്പാത്തിക്കും ഈ കറി തന്നെയാണ് രാത്രി കൂട്ടിയത്. അപ്പോൾ ഉപ്പ് കുറവ് മതിയല്ലോ. പിന്നെ അത് നല്ലോണം തന്നെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. മറ്റേത് വേഗം ചീത്തയാവും. നല്ലോണം തിളപ്പിച്ചതാണ്. വീഡിയോ കൂടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചാക്കിയതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കറിവേപ്പില ഇട്ട് വെച്ചു. അങ്ങനെ ഇട്ട് വെച്ചാൽ എന്താണെന്നറിയോ, പിന്നെ നമുക്ക് കറി എടുക്കുന്ന സമയത്ത് അത് ആ കറിവേപ്പില അങ്ങനെ തന്നെ എടുത്തിട്ട് കളയുക. വേണ്ടവർക്ക് കഴിക്കാം, പക്ഷേ ഞാനത് അങ്ങനെ തന്നെ എടുത്തിട്ട് കളയും. ഇവർക്ക് കറി കൊണ്ട് വെച്ചാൽ അത് പെറുക്കിയിട്ടാൽ തന്നെ ഇവർക്ക് സമയം ഉണ്ടാവുള്ളൂ. അപ്പം ഞാനെന്ത് ചെയ്യും, അങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് ഒഴിവാക്കി കളയും. കണ്ടോ, ഇങ്ങനെ ഉണ്ടായിരുന്നു കറി കഴിഞ്ഞപ്പം. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. കടുക് ഇടുന്നൊന്നും കാണിച്ചില്ല, അതിലേക്ക് ഒഴിച്ചു. നല്ല ഭംഗിയില്ലേ നമ്മളെ കറി കാണാൻ അല്ലേ? അപ്പോൾ ഞാൻ ഓരോന്നും എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കാം, പക്ഷെ അറിയാത്തവരുണ്ടാവുമല്ലോ കറി വെക്കാൻ. ഇപ്പോഴത്തെ മക്കളൊക്കെ എവിടെയെങ്കിലും പഠിച്ചിട്ടൊക്കെ അവിടെ നിന്നൊക്കെ ഒരു മീൻ കിട്ടി കറി വെച്ച് ചോറുണ്ടാന്ന് വിചാരിക്കുന്നത്. അവർക്കും പിന്നെ അറിയാത്തവർക്കും വേണ്ടി, അറിയുന്നവർ കാണണ്ടെന്നങ്ങനെ ഞാൻ എന്താക്കി പറയുന്നതല്ല. എല്ലാവരും വിചാരിക്കും ഇതൊക്കെ ഇപ്പം എന്തെന്ന്. അറിയാത്തവർ എത്രയോ ഉണ്ട് നമ്മുടെ നാട്ടിൽ കേട്ടോ. അപ്പം ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.